വിന്ന് ഓടുമൊരുവില് 1993 പുറത്തിറങ്ങിയിട്ടുള്ള മണിച്ചിത്രതാഴിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡയറക്ടർ ആയിട്ടുള്ള ഫാസിൽ സാറാണ്. അപ്പൊ അന്നത്തെ കാലത്തെ വലിയൊരു ഹിറ്റ് മേക്കർ കൂടിയാണ് ഫാസിൽ സാറ്. അപ്പൊ പുള്ളിക്കാരന്റെ പടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മിനിമം ഗ്യാരണ്ടി പൊതുവെ ഉണ്ടാവലുണ്ട്. അപ്പോ പുള്ളിക്കാരന്റെ വർക്ക്സിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വർക്കാണ് മണിച്ചിത്രതാഴ്. ഒരു കിടിലൻ സിനിമയാണ്. അപ്പോ ഈ സിനിമ എഴുതിയിട്ടുള്ളത് മധു മുറ്റം എന്നുള്ളൊരു എഴുത്തുകാരനാണ്. ഈ കാക്കൊത്തിക്കാവിൽ അപ്പൂപ്പന്താടികളൊക്കെ എഴുതിയിട്ടുള്ള പുള്ളിക്കാരനാണ്. ഇനി ഇത് ഒരു ജോണർ എന്നൊക്കെ പറയാനാണെങ്കിൽ ഒരു ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ച് ഹ്യൂമറൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഇത്രയും ജോണറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിടിലൻ കണ്ടെന്നുള്ള ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ഈ ചിത്രത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കിടിലനായിട്ടുള്ള ഒരു ജോണർ, അതിന് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്ക്രിപ്റ്റും ഈ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. കാരണം ഇതിൽ ആ കാസ്റ്റ് ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാലേട്ടൻ, അതുപോലെ ശോഭനേച്ചി, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി, നെടുമുടി വേണേട്ടൻ, തിലകൻ സാറ്, പിന്നെ ഇന്നസെന്റ് ഏട്ടൻ, കെ പി ലളിത, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നിരവധി ആക്ടേഴ്സ്, ഗണേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പെർഫോമൻസ് ബേസിൽ കിടിലായിട്ടുള്ള ആക്ടേഴ്സ്. അതുപോലെ കുതിരയുടെ പപ്പു ചേട്ടനൊക്കെ ഇതിലൊരു തകർത്താടി എന്നൊക്കെ പറയും. കുറച്ച് റോളുകളൊക്കെ കുറച്ച് നേരൊക്കെ ഉള്ളൂ കുതിരയുടെ പപ്പുമൊക്കെ, പക്ഷെ കിടിലൻ പെർഫോമൻസ് ആണ്. അതിലൊരു മോഹൻലാലേട്ടനായിട്ടുള്ള ഡയലോഗ് പ്രസന്റ് ഡെലിവറി ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു വട്ടുള്ള പോലെ സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കിടിലനാണ്. അപ്പൊ ഞാനിനി ഒരു കഥയിലോട്ട് വരാം. കഥയിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ തന്റെ തറവാട്ടിലോട്ട് താമസിക്കാൻ വരുന്ന രണ്ടുപേര് കപ്പിൾസ് ആണ്. ലൈക്ക് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ആര്, നമ്മുടെ സുരേഷ് ഗോപിയും അതുപോലെ ശോഭനയും. ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ പേര് ഗംഗയും നകുലനുമാണ്. അങ്ങനെ ഇവർ താമസിക്കാൻ വരുന്നതും അപ്പൊ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ തറവാട് ചുറ്റിപ്പറ്റിയുള്ള അന്തരീക്ഷം എങ്ങനെയാണെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇന്നസെന്റാണ് ഈ ഒരു തറവാട് നോക്കി നടത്തുന്നത്. അവരുടെ കയ്യിലാണ് പുള്ളിക്കാരുടെ കയ്യിലാണ് താക്കോലൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ കുറച്ചൊരു ഒരു പ്രേതശല്യമുള്ള പോലത്തെ ഒരു വർത്താനം എല്ലാ ആ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇന്നസെന്റ് അവിടെ പോകുമ്പോഴൊക്കെ ഒരു പേടിയാണ്. ഗണേഷ് കുമാറിനായാൽ പോലും അവിടെ നിന്ന് രൂപം കാണുന്നുണ്ട്, ചിലപ്പോൾ ഇതിൽ ഒച്ച അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള പോലെയൊക്കെ ഒരു പേടിയുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് ആ ഒരു ബിൽഡപ്പ് തരുന്നുണ്ട്, ഒരു ഹൊറർ സംഭവമാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഗോസ്റ്റ് സംഭവമൊക്കെ ഉണ്ട് എന്നുള്ള പോലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവിടേക്കാണ് ഈ ഒരു കപ്പിൾസ് ആയിട്ടുള്ള ഗംഗ നകുലൻ വരുന്നത്. അപ്പൊ ഈ നകുലന്റെ നമ്മുടെ അമ്മാവനാണ് ഇതിൽ തമ്പി എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ഈ തമ്പി എന്ന് പറഞ്ഞ നകുലന്റെ അമ്മാവന്റെ മകളാണ് ഇതിൽ ശ്രീദേവി. അപ്പോ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നകുലന്റെ കസിന്. അപ്പൊ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സും അവര് പിന്നെ ഇന്നസെന്റ് വൈഫ് ആയിട്ടുള്ള എപ്പിസോഡ് ഇതാക്കിയാണ് ഇതിൽ ഈ ഒരു വീടിനുള്ളിൽ താമസിക്കുന്നത് ഇവർ വരുന്ന സമയത്ത്. അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് അൺനാച്ചുറൽ തിങ്സ് നടക്കുകയാണ്. ലൈക്ക് ഇങ്ങനെ ചെലങ്ങണ ഒച്ച കേൾക്കുക, അല്ലെങ്കിൽ ചില പെണ്ണിന്റെ നൃത്ത ചൂടുകൾ കേൾക്കുക, അങ്ങനെ കുറെ സംഭവങ്ങൾ മേലെന്ന് കേൾക്കും, മേലത്തെ നിലയിൽ നിന്നും. അപ്പൊ മേലത്തെ നിലയിൽ ഒരു റൂം ഉണ്ട് ശരിക്കും. അവിടെ എന്ന് വെച്ചാൽ തന്റെ പഴയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുള്ള സാധനങ്ങളിൽ അവരുടെ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ആ റൂം. അപ്പൊ അന്ന് അവിടെ ഭരിച്ചിരുന്ന എന്നുവെച്ചാൽ ഈ ഒരു വീട്ടിലെ ഏറ്റവും അന്ന് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുടെ ഫോട്ടോ, അതുപോലെ അന്ന് അവിടെ നർത്തകിയായിട്ടുണ്ടായിരുന്ന ഒരു നാഗവല്ലി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ ഫോട്ടോ ഉണ്ട് ആ ഒരു റൂമിലുള്ളത്. അപ്പൊ ഈ ഒരു ചിലങ്കന്റെ ഒച്ചയും നൃത്തച്ചുവടും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ചിന്തിക്കുക ആ ഒരു ആളുടെ ആത്മാവായിരിക്കും, എന്തെങ്കിലും കാര്യത്തിന് വന്നതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിക്കുള്ള വർത്തമാനമാണ് കൂടുതൽ വരുന്നത്. അങ്ങനെ പ്രേതശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുതിരട്ടം പപ്പുവിന്റെ ക്യാരക്ടർ അവിടെ വരുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ അവിടുത്തെ ഒരു ഒരു സംഭവം കണ്ടിലേക്ക് ചിലങ്ങനെ വെച്ചു ആരെയോ കണ്ടു പേടിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. അതിനുശേഷം പുള്ളിക്കാരന് കുറച്ച് മെന്റലി ഒരു തകരാറ്, ഒരു പിരി ലൂസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു രീതിക്കാണ് പിന്നെ പുള്ളിക്കാരുടെ റോളിൽ വരുന്നത്. അങ്ങനെ പല രീതിക്കും ഈ മതത്തിന്റെ കേസിലുള്ള കാര്യങ്ങളൊക്കെ അപ്രോച്ച് കഴിഞ്ഞ് അപ്പൊ ഈ നകുലിന് പൊതുവേ ഒരു മതത്തിന്റെ ഒരു വിശ്വാസം വളരെ കുറവായി സിനിമയിൽ. കാരണം മതത്തിന്റെ അപ്രോച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പ്രേതം ഭൂതം എന്നുള്ള സമുദ്രം പുള്ളിക്കാരൻ ഒരു വിശ്വാസമല്ല. കാരണം മാത്രമല്ല പക്ഷെ അവിടുത്തെ തറവാട്ടിലുള്ളവർക്ക് വളരെയധികം ഇതൊരു പ്രേതബാധയാണെന്നുള്ള രീതിക്കാണ് അവർ കാണുന്നതും. അങ്ങനെ ഇതില് ഈ ഒരു ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടറിലോട്ട് സംശയം കൂടുതലായിട്ട് വരുന്ന പോലെ ഒരു ഫീൽ നകുലന് വരും. എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ശ്രീദേവിനോട് സംശയം കാര്യങ്ങളൊക്കെ വരുന്നു തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് എന്ന് വെച്ചാൽ ശ്രീദേവിക്ക് ഒരു മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് ആകുലം പറയുക. അല്ലാതെ പ്രേതബാധ ഒന്നും അപ്പോഴും വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് അവരെ വീട്ടുകാരാണെങ്കിൽ ശ്രീദേവിക്ക് ആണെങ്കിൽ തന്നെ ഒരു പ്രേതബാധ ആയിരിക്കും എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ട് ആസ്പെക്ട് ആണ്, ഒന്ന് പ്രേതം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ് പോലെ എന്നുള്ള രീതിക്കാണ് കാണുന്നത്. അങ്ങനെ തന്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോസഫ് എന്നിട്ട് നമ്മൾ ലാലേട്ടന്റെ റോള്, പുള്ളിക്കാരനെ വിളിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ വരണം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി വിളിച്ചു വരുത്താണ് ലാലേട്ടനെ. ലാലേട്ടൻ ഒരു അരമണിക്കൂർ 3/4 കഴിഞ്ഞ പടത്തിൽ വരുന്നതാണ്. അതുവരെ ലാലേട്ടല്ലേ സുരേഷ് ഗോപിയും ശോഭന തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പടത്തിന്റെ റേഞ്ച് ഇങ്ങനെ മാറാണ്. അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പെർഫോമൻസ് അല്ല. പിന്നെ അങ്ങോട്ട് ഒരു ലാലേട്ടന്റെ പൂണ്ട് വിളയാട്ടായിരുന്നു. കാരണം ആ ചിത്രം ചെയ്തിട്ടുള്ള
പുള്ളിക്കാരൻ കുറേ ഇംപ്രവൈസേഷൻസ് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. അതൊക്കെ അതിൽ തെളിഞ്ഞ് കാണാം നിങ്ങൾക്ക് എന്താണ് ഒരു ജീവിച്ചൊക്കെയാണ് ഡോക്ടർ സണ്ണി ജോസഫായിട്ട്. അപ്പോൾ വെൻട്രിയിൽ തന്നെ തൻ്റെ ബാഗ് കത്തിപ്പോവാണ്. തന്നെ കൊണ്ടുവന്നിട്ടുള്ള ബാഗ്, സണ്ണി ജോസഫിന്റെ ബാഗ് കത്തിച്ച നിലയിൽ കാണുകയാണ് തുടക്കം തന്നെ. അപ്പൊ തന്നെ പറയും ഇവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള പോലെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് വേറൊരു ഒരു സ്വാമിനെ പോലെയൊക്കെ ആദ്യം വരിക. പിന്നെ പുള്ളിക്കാരൻ തൻ്റെ നോർമൽ രീതിക്ക് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ ഇങ്ങനെ ശ്രീദേവിനെ നിരീക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പടം. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാതൊക്കെ നല്ലത്. കാരണം പിന്നെ ഉള്ളതൊക്കെ പടത്തിന്റെ വഴിത്തിരിവുകളാണ്. കാരണം ട്വിസ്റ്റ് ടേൺസ് ഇനി അത്യാവശ്യം വരാനുണ്ട്. ഇത് എവിടേക്കാണ് ഇത് പോണത് അവസാനിക്കുന്നതൊക്കെ കാണല് അടിപൊളി. ഞാൻ പറഞ്ഞില്ല പിന്നെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെയധികം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിക്ക് അത് എൻഡ് ചെയ്യാം. കാരണം വെറും ഒരു പ്രേതം അപ്രോച്ച് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാൽ സൈക്കോളജിക്കൽ അപ്രോച്ച് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. രണ്ടും മിക്സ്ഡ് ആണ്. വളരെ അത് കലർന്നിട്ട് ഒരു ഹൊറർ, ഞാൻ പറയാം ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുകയാണെങ്കിൽ അതന്നെ അത്യാവശ്യം ത്രില്ലടിക്കാനും കോമഡി ഞാൻ പറഞ്ഞില്ല. ഏട്ടൻ വന്നാലും കോമഡിക്ക് കുറവൊന്നുമില്ല. അത് പുള്ളിക്കാരതായിട്ട് കാട്ടിക്കൂട്ടലും കോമഡികളൊക്കെ അതിലുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുതിരയുടെ പപ്പുമായിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ കിഡിലിനാണ്. ചിലപ്പോൾ നിങ്ങൾ ആ സീനുകളൊക്കെ എവിടെയും കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ല മലയാള സമൂഹത്തിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. ഞാനിത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇനിയുള്ള കാണാത്ത സമൂഹം വെച്ചാൽ കാണാത്ത ഒരു ജനറേഷൻ ഉണ്ടാവില്ല എന്തായാലും ഇനി. അവര് കാണട്ടെ വെച്ചിട്ട് അത് കണ്ടു നോക്കണം എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണിത്. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പൊ നിങ്ങൾക്കിത് ഹോട്ട്സ്റ്റാറിൽ അതുപോലെ ആമസോൺ പ്രൈമിൽ ഈവൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇതിന് മുന്നത്തെ വീഡിയോസിലെ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വാസ്തുഹാര സിനിമ എന്നോട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്തായാലും ഇനി കണ്ടിട്ട് റിവ്യൂ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഞാൻ പഴയ ഏതെങ്കിലും പടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.